ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമുക്ക് കാണുമ്പോൾ പേടി തോന്നുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ കാണുന്ന ആരോഗ്യ പ്രവർത്തകയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. എന്താണ് സംഭവമെന്ന് കണ്ടുവരാം. ഇതെന്താണ് സംഭവം എന്ന് പറയാൻ ദേവിക രുക്മി നമുക്കൊപ്പം ചേർന്നുണ്ട്. ദേവിക, ഇതെന്താണ്? ഈ ആരോഗ്യ പ്രവർത്തക എങ്ങോട്ടേക്കാണ് ഈ ഓടിപ്പോകുന്നത്? നമുക്കത് കാണുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട്. ആരാണ്? ഇതെന്താണ് സംഭവം? അതേ സന്ധ്യ, ഹിമാചൽ പ്രദേശിലെ മണ്ടിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കമലാദേവി എന്ന ഒരു ആരോഗ്യ പ്രവർത്തകയാണ്. ഇവർ സുധാർ എന്നൊരു സ്ഥലത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കമലയ്ക്ക് മറ്റൊരു മേഖലയിലും കൂടി ഒരു അഡീഷണൽ ഡ്യൂട്ടി കിട്ടുന്നു. ഒരു നവജാത ശിശുവിനും അമ്മയും ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കമലയ്ക്ക് അടിയന്തരമായിട്ട് അവിടെ പോകേണ്ടി വരുന്നു. ഈ നവജാത ശിശുവിന് ഒരു കുത്തിവയ്പ്പ് എടുക്കുവാൻ വേണ്ടിയിട്ടാണ് കമല പോകുന്നത്. അങ്ങനെ മണ്ടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ കനത്ത കാലാവസ്ഥ കാരണം, മോശമായ കാലാവസ്ഥ കാരണം ഈ അമ്മയ്ക്ക് ഈ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അങ്ങനെ കമല അവിടേക്ക് പോകുവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ മണ്ടിയിലേക്ക് എത്തുമ്പോഴാണ് ഈ കുത്തിയൊലിച്ചൊഴുകുന്ന ഈ നദി കുറുകെ ചാടി വേണം കമലയ്ക്ക് അങ്ങോട്ടേക്ക് എത്താൻ. അപ്പോൾ കമല ഒട്ടും ധൈര്യം കൈവിടാതെ തന്നെ, കമല ഒരു ആരോഗ്യ പ്രവർത്തകയാണ്, എന്തായാലും ഒരു ജീവൻ്റെ വില അറിയുന്ന ഒരു വ്യക്തി കൂടി ആണല്ലോ. അങ്ങനെ ഈ നദി, കുത്തിയൊലിച്ചൊഴുകുന്ന നദി കടന്ന് കമല അങ്ങനെ ആ ഒരു അമ്മയും കുഞ്ഞിനെയും കാണുവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ആ കുഞ്ഞിന് കുത്തിവയ്പ്പെടുത്ത് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുകയാണ്. എന്തായാലും കമല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ഒരു ഹീറോയായി മാറിയിരിക്കുകയാണ്. ഇതിലൂടെ മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നു. ഈ ഒരു ചീഫ് മെഡിക്കൽ ഓഫീസർ കമലയെ അങ്ങനെ അഭിനന്ദിക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ ആരോഗ്യ പ്രവർത്തകർ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പോകുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം എന്നൊരു കാര്യവും ഈ ചീഫ് മെഡിക്കൽ ഓഫീസർ കൂട്ടിച്ചേർക്കുന്നു. തീർച്ചയായും അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലേ. സ്വന്തം ജീവനും വില കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു കമലാദേവി ചിന്തിച്ചത് ആ കുഞ്ഞിൻ്റെ ആരോഗ്യം മാത്രമായിരിക്കും. ഹിമാചൽ പ്രദേശിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണല്ലേ. കനത്ത മഴയും ഈ നദികളൊക്കെ കുത്തി ഒഴുകുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഒരുപക്ഷെ ആ കുഞ്ഞിൻ്റെ ജീവൻ, അതിൽ ആശങ്ക തോന്നിയിട്ട് തന്നെയാവും കമല പോയത്. എന്തായാലും ധൈര്യത്തിൻ്റെ അടയാളമായി മാറിയിരിക്കുകയാണ് കമലാദേവി.